എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് നൗണ് പ്രൊനൗൺ എന്താണ്, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴത്ത് ഡിസ്ക്രിപ്ഷൻ കോളത്തിൽ കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അതായത് ഹാസ്, ഹാവ്, ഹാഡ് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഉപയോഗം മനസ്സിലാക്കാൻ ഒരു എളുപ്പ വഴി പറയാം. അതിനു മുമ്പ് എന്താണ് പ്രൊനൗൺസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതായത് ഹി, ഷീ, ഇറ്റ്, ഐ, യു, വി, ദേ ഇതെല്ലാം പ്രൊനൗൺസ് ആണ്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഹാസ്, HAS. ഹാസ് ഉപയോഗിക്കേണ്ടത് ഹി, ഷീ, ഇറ്റ് അതിൻ്റെ കൂടെ ആയിരിക്കണം. ഇനി ഹാവ് ഉപയോഗിക്കേണ്ടത് ഐ, യു, വി, ദേ അതിൻ്റെ കൂടെ ആയിരിക്കണം. ഇനി ഹാഡ്, HAD ഹാഡ് ഉപയോഗിക്കേണ്ടത് എല്ലാറ്റിൻ്റെയും കൂടെ, എല്ലാ പ്രൊനൗൺസിൻ്റെ കൂടെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ ഹാസ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഹീ ഹാസ് എ ഡോഗ്. അദ്ദേഹത്തിന് ഒരു പട്ടിയുണ്ട്. ഷീ ഹാസ് എ ബേബി. അവൾക്ക് ഒരു കുഞ്ഞുണ്ട്. ബേബി ഹാസ് എ ടോയ്. കുഞ്ഞിന് ഒരു കളിപ്പാട്ടമുണ്ട്. ഹീ ഹാസ് എ കാർ. ഇറ്റ് ഹാസ് 4 വീൽസ്. അദ്ദേഹത്തിന് കാറുണ്ട്, അതിന് 4 ചക്രങ്ങളുണ്ട്. ഷീ ഹാസ് എ ബൈസിക്കിൾ. ഇറ്റ് ഹാസ് 2 വീൽസ്. അവൾക്ക് ഒരു ബൈസിക്കിൾ ഉണ്ട്, അതിന് 2 ചക്രങ്ങളുണ്ട്. അടുത്തത് ഹാവ്, HAVE. ഹാവ് എങ്ങനെ ഉപയോഗിക്കാം നോക്കാം. ഞാൻ പറഞ്ഞു ഹാവ് ഉപയോഗിക്കേണ്ടത് ഐ, യു, വി, ദേ എന്നിവയുടെ കൂടെ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് എ കാർ. എനിക്കൊരു കാറുണ്ട്. ഐ ഹാവ് എ ബൈസിക്കിൾ. എനിക്കൊരു ബൈസിക്കിളുണ്ട്. ഐ ഹാവ് എ ബ്രദർ. എനിക്കൊരു സഹോദരനുണ്ട്. ദേ ഹാവ് എ നൈസ് ബിൽഡിംഗ് ഇൻ ദ സിറ്റി. അദ്ദേഹത്തിന് ഒരു മനോഹരമായ ബിൽഡിംഗ് പട്ടണത്തിലുണ്ട്. യു ഹാവ് എ ബ്യൂട്ടിഫുൾ സ്കിൻ. നിങ്ങൾക്ക് മനോഹരമായ ചർമ്മമുണ്ട്. വി ഹാവ് എ ബിഗ് ഹൗസ്. ഞങ്ങൾക്ക് ഒരു വലിയ വീടുണ്ട്. ഇനി അടുത്തത് ഹാഡ്, HAD. അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഹാഡ് പാസ്റ്റ് ടെൻസ് ആണ്, അതായത് കഴിഞ്ഞ സംഭവങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ പ്രാതൽ കഴിച്ചു. വി ഹാഡ് നെവർ ഗോൺ ദെയർ. നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ പോയിട്ടില്ല. ഹീ ഹാഡ് എ ചോയ്സ്. അവനിക്ക് ഒരു ചോയ്സ് ഉണ്ട്. യെസ്റ്റർഡേ ഐ ഹാഡ് എ പീസ് ഓഫ് കേക്ക് ആൻഡ് എ കപ്പ് ഓഫ് കോഫി. ഇന്നലെ ഞാൻ ഒരു പീസ് കേക്കും ഒരു കപ്പ് കോഫിയും കഴിച്ചു. ഹീ ഹാഡ് ടു ടേക്ക് കെയർ ഓഫ് ഹിസ് ചിൽഡ്രൻ. അദ്ദേഹത്തിൻ്റെ കുട്ടികളെ പരിപാലിക്കേണ്ടതായിരുന്നു. ഇറ്റ് ഹാഡ് ടു ബി യു. അത് നിങ്ങളായിരിക്കണമായിരുന്നു. യു ഹാഡ് 1 ജോബ് ടു ഡു. നിങ്ങൾക്ക് ചെയ്യാൻ ഒരു ജോലി ഉണ്ടായിരുന്നു. ഷീ ഹാഡ് ട്രബിൾ ഗെറ്റിംഗ് ഹെർ ചിൽഡ്രൻ. അവൾക്ക് മക്കളെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. വി ഹാഡ് എ വെരി നൈസ് ഗെറ്റ് ടുഗദർ ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വളരെ മനോഹരമായ ഒരു ഒത്തുചേരൽ നടത്തി. ദേ ഹാഡ് 5 ചിൽഡ്രൻ ഓൾറെഡി. അവർക്ക് ഇതിനകം 5 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഹാസ്, ഹാവ്, ഹാഡ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഹാസ് ബീൻ,
ഹാവ് ബീൻ, ഹാഡ് ബീൻ ഉപയോഗിക്കേണ്ടത് എന്നുകൂടി പറയാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 4 PM UAE ടൈം, 5:30 PM ഇന്ത്യൻ ടൈം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ see you.